സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നും വനം വകുപ്പ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ കാശില്ല. പല ഫോറസ്റ്റ് ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ സ്വന്തം ചെലവിലാണ് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നത്. ഇടുക്കി കാന്തല്ലൂരിൽ കാട്ടാന ഇറങ്ങിയ വിവരം അറിയിക്കാൻ വിളിച്ചപ്പോൾ വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പൈസയില്ല എന്നായിരുന്നു വനം വകുപ്പ് ജീവനക്കാരന്റെ മറുപടി. ഇതുപോലെ ആന പ്രശ്നമുള്ള സ്ഥലത്ത് തന്നെ ഡീസൽ എന്തും മര്യാദയാണോ? സർക്കാർ പൈസ സർക്കാർ പൈസ തരുന്നേക്കൂടെ ജോലിക്ക് വെച്ചിരുന്ന സർക്കാർ ശമ്പളം സർക്കാർ ഡീസലിലേക്ക് പൈസ നല്ല വരാൻ പറ്റുള്ളൂ. താങ്കൾ എഴുതിയത് സർക്കാർ ഡീസലിലേക്ക് പൈസ തന്നില്ലെന്ന്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിൽ പ്രകോപിതനായി വിളിച്ച നാട്ടുകാരനും കാന്തല്ലൂർ പയസ് നഗർ വനം വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള സംഭാഷണമാണിത്. വ്യാപക നാശനഷ്ടമാണ് പ്രദേശത്ത് കാട്ടാന ഉണ്ടാക്കിയത്. വിവരമറിഞ്ഞ് പിന്നീടെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. പല പ്രാവശ്യം ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അവർ വിളിക്കുമ്പോഴെല്ലാം വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത്. കേരള സർക്കാർ ഇത് ഡീസലിന് പണം കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഡീസലിന് പണം കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് വനം വകുപ്പ് മന്ത്രിയും സമ്മതിച്ചു. കാന്തല്ലൂരിലെ പ്രശ്നം CCF-മായി സംസാരിച്ചു പരിഹരിക്കുമെന്ന് AK ശശീന്ദ്രൻ. വനം വകുപ്പിനെന്നല്ല നമ്മുടെ എല്ലാ വകുപ്പുകൾക്കും ഇപ്പം സാമ്പത്തിക ഞെരുക്കുണ്ടെന്നുള്ളത് ഞെരുക്കുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കൃത്യനിർവഹണത്തിന് ഒരു ഘട്ടം വരുമ്പോൾ അത് നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ കാന്തല്ലൂരിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക വിഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന നടപടി CCF തലത്തിൽ നിർവഹിക്കാനുള്ള പൊതു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കാന്തല്ലൂരിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്തെ പൊതുവിലെ സാഹചര്യം ഇതുതന്നെയാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ചിന്നക്കനാൽ സ്പെഷ്യൽ RRTക്ക് 5 മാസമായി ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. 24 ഇടുക്കി.